അച്ഛനുറങ്ങാത്ത വീടും ആദാമിൻ്റെ മകൻ അബുവും പെരുമഴക്കാലവുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ മലയാളി പ്രേക്ഷകരെ കാണിച്ചു തന്നതാണ്. പ്രത്യേകിച്ചും നെടുമുടി വേണുവും തിലകനും ഉർവശിക്കും മഞ്ജു വാര്യർക്കുമൊക്കെ നിഷേധിക്കപ്പെട്ട ദേശീയ പുരസ്കാരം അവരൊക്കെ എത്രത്തോളം വലിയ അഭിനയ പ്രതിഭകളായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിൽ നിഷേധിക്കപ്പെട്ട ദേശീയ പുരസ്കാരം കേവലം ഒരു ഹാസ്യനടനായി മാത്രം ഒരു ഘട്ടത്തിൽ മുദ്രകുത്തപ്പെട്ട സലിം കുമാർ കേരളത്തിലേക്ക് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴാണ് ആ അഭിനയ പ്രതിഭയുടെ കലയുടെ ആഴം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. അത് ഒരു കാലത്തിൻ്റെ കാവ്യനിധിയായി മാറുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ഒരിക്കൽ ആദ്യ സിനിമയിൽ നിന്ന് അപമാനിച്ച് ഇറക്കിവിട്ട, അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ച് ഇറക്കിവിട്ട ഒരു നടൻ കൂടിയാണ് സലിം കുമാർ എന്ന് പിന്നീട് അദ്ദേഹം വേദനയല്ല സന്തോഷത്തോടെ ചിരിയോടെ അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഹാസ്യവേഷങ്ങളിൽ അഭിനയിക്കുന്നവരെ നടന്മാരായി പോലും പരിഗണിക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മിംക്രിയിൽ നിന്ന് കലാജീവിതം ആരംഭിച്ച സലിം കുമാറാണ് പിന്നീട് ദേശീയ പുരസ്കാരത്തിൻ്റെ പ്രഭ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. പ്രത്യേകിച്ചും ചിരിയിൽ പൊതിഞ്ഞ പല സത്യങ്ങളും തുറന്നടിക്കാൻ മടിയില്ലാത്ത ഒരു കലാകാരൻ കൂടിയായിരുന്നു. നമുക്കറിയാം, ഇടതുമുൻ സർക്കാരിനെതിരെ നിശിതമായ വിമർശനം, പേരെടുത്ത് പറഞ്ഞു തന്നെയുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മെസ്സി എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നില്ല അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ സ്വർണ്ണക്കപ്പ് അടിച്ചുകൊണ്ട് പോകും എന്നുള്ള സംശയത്തിൻ്റെ പുറത്തായിരിക്കാം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങൾ അത്രത്തോളം ചിരി ഉണർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലുടനീളം ജാതി തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ മുഖത്ത് നോക്കി ജാതി ചോദിച്ചു ഒരു സമയത്ത് സലിം കുമാറിനോട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ജാതി എന്നാണ് അദ്ദേഹം മറുപടി നൽകിയതും മറ്റും. അത്തരത്തിൽ നിരവധിയായ സന്ദർഭങ്ങൾ കണ്ടാൽ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാണ് എന്ന് പറയുന്ന സലിം കുമാറിനെയും നമ്മൾ കണ്ടു.